സമാധാന കാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആലുങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണെന്ന അവസ്ഥ എത്തി നിൽക്കുന്നു. ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ട്രംപുമായി അടുത്ത് നിൽക്കുന്നവർക്ക് ഓഹരി വിപണിയിൽ വൻപൻ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതകൾ അല്ലേ ഇവിടെ ഉരുത്തിരിയുന്നത്? ആത്യന്തികമായി തങ്ങൾ ആരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചോ അവരെ അധികാരം, ചെങ്കോൽ, കിരീടമെല്ലാം ഏൽപ്പിച്ച് തിരിച്ചു പോരേണ്ട ഒരു ഗതികേടിലായി ചരിത്രപരമായ അമേരിക്ക. ഈ പറയുന്ന വിദേശ മാധ്യമ പ്രവർത്തകർക്കോ അറബ് ലോകത്തെ മാധ്യമ പ്രവർത്തകർക്കോ ഇറാന്റെ അകത്ത് കയറി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇറാനിൽ US സൈന്യം ആക്രമണം നടത്തിയതും ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതും ചർച്ച ചെയ്തതാണ്. നമുക്ക് ഇന്നലത്തെ ആക്രമണം മാറ്റിവെച്ച് അവിടുത്തെ കരാറിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. പലപ്പോഴും ഇറാനിലെ കാര്യങ്ങൾ നമ്മൾ കരുതുന്നത് പോലെയല്ല പോകുന്നത്. വിദേശ മാധ്യമ റിപ്പോർട്ടുകളെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നുള്ളൂ. ഒരു മണിക്കൂർ മുൻപ് പറഞ്ഞ കാര്യമല്ല അതിനുശേഷം വരുന്നത്. മാറി മാറി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപ് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും നമ്മുടെ പ്രേക്ഷകർ തന്നെ നമ്മളെ വിമർശിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഏത് റിപ്പോർട്ട് പറഞ്ഞാലും ചിലപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു റിപ്പോർട്ട് നമുക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പറഞ്ഞു വരുന്നത്, ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം യാഥാർത്ഥ്യമാകുമെന്ന ശക്തമായ സൂചനകൾ വന്നതാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു താൽക്കാലിക കരാറിന് തൊട്ടടുത്താണ് ഇറാനും അമേരിക്കയും എന്നാണ് ഇറാനിൽ നിന്ന് വന്ന വാർത്തകൾ. പക്ഷേ ഇതിന് പിന്നാലെയാണ് പതിവ് പോലെ കരാർ നടന്നേക്കില്ല എന്ന വാർത്തയും വന്നത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? സമാധാന കാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആലുങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണെന്ന അവസ്ഥ എത്തി നിൽക്കുന്നു. ഏതാണ്ട് ധാരണയിലാവുന്നു എന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വരുന്ന റിപ്പോർട്ടുകൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. അതൊരു വശത്ത്. മറുവശത്ത് ഗൾഫ് മേഖലയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ, പിന്നെ ന്യൂസ് ഏജൻസികൾ, PTI ആകട്ടെ, റോയിറ്റേഴ്സ് ആകട്ടെ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ, ഇതെല്ലാം അപഗ്രഥിക്കുമ്പോൾ കിട്ടിയ സൂചന എന്ന് പറയുന്നത് സമാധാനം അകലെ അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വെടിപൊട്ടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മാത്രമായി നമ്മൾ പ്രത്യേകമായി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ജാത്തിയാലുള്ള ഗുണമാണ്, അത് തേച്ചാൽ മാറില്ല എന്ന് പറയുന്ന ലളിതയുക്തിയുണ്ട് ഒരു വശത്ത്. മറിച്ച് ഇത് ജാത്തിയാലുള്ള ശീലമൊന്നുമല്ല, ഒന്നാന്തരം ബിസിനസ് ടാറ്റിക്സ് ആണ്. ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ട്രംപുമായി അടുത്ത് നിൽക്കുന്നവർക്ക് ഓഹരി വിപണിയിൽ വൻപൻ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതകൾ അല്ലേ ഇവിടെ ഉരുത്തിരിയുന്നത്? ട്രംപിൻ്റെ പ്രസ്താവന നാളെ എന്താണ് എന്ന് അറിയാവുന്നത് ട്രംപിന് മാത്രമാണ്. അപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ സമാധാനം വരുന്നു എന്ന് വരുമ്പോൾ ഓഹരി വിപണി കുതിച്ചുയരും. ഒരുപക്ഷെ സ്വർണ്ണവില സ്റ്റെബിലൈസ് ചെയ്ത് താഴേക്ക് പോകും, അല്ലെങ്കിൽ ഡോളറിൻ്റെ മൂല്യത്തിൽ വ്യതിയാനമുണ്ടാകും. ഇത് മുൻകൂട്ടി ലീക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ ട്രംപിനോട് അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ ഒന്നുകിൽ ഓഹരി വിപണിയിൽ ലോങ് പൊസിഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ കഴിയും. എന്നിട്ട് നാളെ അത് മാറ്റി പറയുമ്പോൾ വീണ്ടും വിറ്റ് ലാഭമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ കവർ ചെയ്ത് ഷോർട്ട് കവറിങ്ങിലൂടെ ലാഭമുണ്ടാക്കാൻ കഴിയും. ഇത് അമേരിക്കയിൽ വ്യാപകമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ട്രംപ് അടിക്കടി നടത്തുന്ന പ്രസ്താവനകൾ, ഡസ് ഹി മീൻ ഇറ്റ്? ഇദ്ദേഹം ആലോചിച്ച് തന്നെയാണോ, ഇങ്ങനെ നടക്കാൻ തന്നെയാണോ പറയുന്നത് എന്നതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് മൗഢ്യമാണ്. നമുക്ക് ആകെ സാധിക്കുന്നത് ട്രംപിൻ്റെ പ്രസ്താവനകൾ മാത്രം അതൊരു വശത്ത് നിൽക്കട്ടെ. മറിച്ച് അമേരിക്കയുടെ ആത്യന്തിക താല്പര്യങ്ങൾ, ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ, ഇതുവരെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിശകലനം ചെയ്യാനാവൂ. പ്രസിഡന്റ് ട്രംപ് ഇന്നത് പറഞ്ഞു അതുകൊണ്ട് സമാധാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു, അബ്രഹാമിൻ്റെ പേരിൽ കരാറുകളിൽ ഏർപ്പെടാൻ എല്ലാ അറബ് രാജ്യങ്ങളും ഒരുങ്ങിക്കൊള്ളൂ. ഇത് വിശാലമായ അർത്ഥത്തിൽ മേഖലാ കരാറിലേക്കാണ് നീങ്ങുന്നത്. ഇത് ട്രംപ് പറഞ്ഞു വെച്ചു. ആദ്യമായിട്ടല്ലോ പറയുന്നത്. 2020 ആദിമ പിതാവായി അറബികളും ജൂതന്മാരും കരുതുന്ന അബ്രഹാമിൻ്റെ പേരിൽ
4 രാജ്യങ്ങൾ 2020 കരാറിൽ ഏർപ്പെട്ടു. പല ഘട്ടങ്ങളിലായിട്ടാണ്. UAEയും ബഹ്റിനും ആദ്യം കരാറിൽ ഏർപ്പെട്ടു. പിന്നീട് സുഡാനും മൊറോക്കോയും ഇതിൻ്റെ ഭാഗം. ഇതെല്ലാം അറബ് രാജ്യങ്ങളാണ്. ആഫ്രിക്കയിലുള്ള രാജ്യമാണ് മൊറോക്കോ ആൻഡ് സുഡാൻ. ഏഷ്യൻ പ്രദേശത്ത് പ്രത്യേകിച്ചും ഗൾഫ് GCC മേഖലയിലെ ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. സാമാന്യം അഫ്ലുവൻ്റായ രാജ്യമാണ് UAE. ഈ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ സൗദി അറേബ്യ കരാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്താണ് 2023 ഒക്ടോബർ 7 ആക്രമണം സംഭവിച്ചത്. പാലസ്തീൻ വിഷയത്തിലാണ് ആക്രമണം സംഭവിക്കുന്നത്. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ ഒക്ടോബർ 7, 2023 ആക്രമിക്കുന്നു. ഇത് അബ്രഹാമിക കരാറുമായി ചേർത്ത് വേണം വായിക്കാൻ. ഏത് നിമിഷവും സൗദി അറേബ്യ കരാറൊപ്പിടും. അങ്ങനെയെങ്കിൽ സൗദിയെ പ്ലക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടാകണം എന്ന് ചിന്തിച്ച ചില ശക്തികളുണ്ട്. അവിടെ നിന്നാണ് യുദ്ധം തുടങ്ങുന്നത്. ഈ യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചരിത്രപരമായി ഉണ്ട്. എങ്കിലും 1979 മുതലുള്ള കാര്യങ്ങൾ, അതിനു മുമ്പുള്ള കാര്യങ്ങൾ, പാലസ്തീൻ വിഷയം, പണ്ടത്തെ പാലസ്തീൻ വിഷയം എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ടേൺ ഓഫ് ഇവൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ 7, 2023 മുതൽ തന്നെയാണ് ഉണ്ടായത്. അത് ഒരു ഷോർട്ട് ടേം മെമ്മറിയാണ് നമ്മുടെ കാര്യങ്ങൾ. അത് ലോങ് ടേം മെമ്മറി മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഷോർട്ട് കാര്യങ്ങൾ മാത്രമല്ല. പക്ഷേ ഇത് സൃഷ്ടിച്ച ഒരു അന്തരീക്ഷമുണ്ട്. അതിൽ നിന്നും അമേരിക്ക കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു എന്നല്ല, ശ്രമിച്ചു കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്തുകൊണ്ടാണ്? ഹോർമൂസ് അടയ്ക്കാൻ കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും ഹോർമൂസ് അടയ്ക്കുന്നതിന് അമേരിക്കയ്ക്ക് എന്താണ് ഗുണമുണ്ട്. ഹോർമൂസിലൂടെയുള്ള എണ്ണ ഗതാഗതം ഇല്ലാതെ വരുമ്പോൾ, തീർത്തും പറ്റുമ്പോൾ, അത് ഭാവിയിലും സംഘർഷമുണ്ട് എന്ന് ഉറപ്പായാൽ അമേരിക്കയുടെ എണ്ണ വിപണി വല്ലാതെ തഴച്ചു വളരും. വെനിസ്വേല എണ്ണ, അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം. അതിപ്പോൾ ഇത് പൂർണ്ണമായി ഡിഫാക്റ്റോ നിയന്ത്രിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ദൂതനായ മാർക്കോ റൂബിയോ വന്ന് വിലപേശുന്നത് വെനിസ്വേലയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങണം. $500 billion ഓഫ് ബൈലാറ്ററൽ ട്രേഡ് ഉണ്ടാകണം ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതിൽ പ്രധാനപ്പെട്ടത് എണ്ണ ഇറക്കുമതിയാണ്. ഇന്ത്യക്ക് എണ്ണ വേണമല്ലോ. പേർഷ്യൻ ഗൾഫ് അടഞ്ഞാൽ മറ്റ് മാർഗങ്ങൾ, അത് താൽക്കാലിക ആവശ്യം മാത്രമല്ല, ആത്യന്തികമായി കൂടുതൽ എണ്ണ പേർഷ്യൻ ഗൾഫിന് പുറത്തുനിന്നും വാങ്ങാൻ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾ ശ്രമിക്കാതിരിക്കില്ല. ഇതറിയാവുന്ന അമേരിക്കയ്ക്ക് ദീർഘകാലം ഉപരോധം ഇറാന് നേരെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് മാത്രം അവർ പുറത്ത് പറയില്ല. അപ്പോൾ ഇതൊക്കെ ബിസിനസ് ടാക്ടിക്സ് കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ട്രംപ് അടിക്കടി മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും കാര്യങ്ങൾ പറയും. അത് വെച്ച് യുദ്ധം അവസാനിക്കുന്നുവെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നുവെന്നോ പറയാൻ ഞാൻ ആളല്ല. മറ്റാരും ശ്രമിച്ചാലും അത് വിജയിക്കില്ല. കാരണം നാളെ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാവാം. അത് ഇങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞ് ആത്യന്തികമായി നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു പെർമനൻറ്റ് സ്റ്റേറ്റ് ഓഫ് വാർ, ഫോർ എവർ വാർ എന്നാണ് അമേരിക്ക പറയുക. ഫോർ എവർ വാർ. അത് വിയറ്റ്നാമിൽ സംഭവിച്ചു. ഫോർ എവർ വാർ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചു. ആത്യന്തികമായി തങ്ങൾ ആരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചോ അവരെ അധികാരം, ചെങ്കോൽ, കിരീടമെല്ലാം ഏൽപ്പിച്ച് തിരിച്ചു പോരേണ്ട ഒരു ഗതികേടിലായി ചരിത്രപരമായ അമേരിക്ക. ഒരിക്കൽ കൂടി ഇറാൻ ഈസ് നോ സ്മോൾ ഫിഷ്, അല്ലേ? ചെറിയ മീനല്ല ഇറാൻ. ഇപ്പം അഫ്ഗാനിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ വിയറ്റ്നാമിനെ പോലെയോ അത്ര ദൗർബല്യമുള്ള ഒരു രാജ്യമല്ല. കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് പവറാണ്. ആണവ സാങ്കേതിക വിദ്യയുടെ ത്രഷോൾഡിൽ എത്തി നിന്ന ഒരു രാജ്യമാണ്. റിസോഴ്സ്ഫുള്ളാണ്. ഉപരോധം കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടുന്നു. അപ്പം അവിടെയൊക്കെ അതേ തന്ത്രം ഫോർ എവർ വാർ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടാൻ ആവില്ല എന്നറിയാം. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നത് എല്ലാവരുടെയും കോമൺ ലോജിക്കാണ്. ട്രംപ് അത് അവസാനിപ്പിച്ചേ മതിയാവൂ. അമേരിക്കൻ ഇക്കോണമിക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാവില്ല. $25 ബില്യൺ ഡോളറിൻ്റെ വലിയ ചെലവാണ് ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നത്. $1.5 ട്രില്യൺ ആണ് ബജറ്ററി സപ്പോർട്ടായി ട്രംപ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ് ഇത് കണ്ണുമടച്ച് അതങ്ങ് അംഗീകരിച്ച് കൊടുക്കുമെന്നൊന്നും വിശ്വസിക്കാനുള്ള മൗഢ്യം അമേരിക്കക്കാർക്കുമില്ല, എനിക്കുമില്ല, ഇത് കേൾക്കുന്ന ആർക്കുമില്ല. അതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്ന പോലൊന്നും അമേരിക്കൻ സിസ്റ്റം മൂവ് ചെയ്യില്ല. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പെർമനൻ്റ് ആയി ഒരു യുദ്ധമുണ്ടാവില്ല.
ഏതെങ്കിലും ഒരു എക്സിറ്റ് പോയിന്റ് വേണം. എക്സിറ്റ് പോയിന്റിന് അടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് വീണ്ടും പഴയ നമ്പറുകൾ എടുക്കുകയാണ്, മാറ്റിമറിച്ചും പറയുകയാണ്. യുദ്ധം ഒരു ദിവസം പറഞ്ഞു ഏത് നിമിഷവും വിതിൻ hours we will sign a deal എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഇറാൻ has agreed to transfer its fissile materials എന്ന് പറയുന്നു. അടുത്ത നിമിഷം പറയുന്നു ഞങ്ങൾ കുറച്ചുകൂടെ ആലോചിക്കാറുണ്ട്, ധൃതിപ്പെട്ട് തിടുക്കത്തിൽ ഒരു കരാറിലെത്തേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പറയുന്ന ഒരേ ആളാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ത്രെഡ് കണ്ടെത്താനാവില്ല, കൺസിസ്റ്റൻസി കണ്ടെത്താനാവില്ല, വിശകലനം നടത്താനുമാവില്ല. അതുകൊണ്ടാണ് ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക, നമ്മൾ അനലൈസ് ചെയ്യുന്നത് ട്രംപിൻ്റെ പ്രസ്താവനകളെ മാത്രമല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. പുറത്തു വരുന്ന ഇറാൻ്റെ നിലപാടുകൾ അകത്ത് കയറി ഒരാൾക്ക് പോലും ഈ പറയുന്ന വിദേശ മാധ്യമ പ്രവർത്തകർക്കോ അറബ് ലോകത്തെ മാധ്യമ പ്രവർത്തകർക്കോ ഇറാൻ്റെ അകത്ത് കയറി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. അപ്പോൾ അവിടെ അവർ പറയുന്നതും ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ പറയുന്നതും ഊഹക്കണക്കുകളല്ലേ. ആ ഊഹക്കണക്കുകളിൽ നിന്നും കതിരും പതിരും പരമാവധി തെളിച്ചെടുക്കുകയും ആത്യന്തികമായി ആ മേഖലയുടെ ജിയോ പൊളിറ്റിക്സ് അത് മാറുന്നില്ലല്ലോ, ജിയോ ഇക്കണോമിക്സ് മാറും, സ്വാഭാവികം ജിയോ പൊളിറ്റിക്സിൽ ചേഞ്ചസ് ഉണ്ടാകും. അത് പല കാരണങ്ങളാലാണ്. അത് അവലോകനം ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക. അപ്പോൾ അതിൽ നിന്നും ചില ഊഹങ്ങളിലേക്ക് യുദ്ധം അവസാനത്തിലേക്കാണ് എന്ന് ഊഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ട്രംപ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നമുക്കിനി ഇസ്രയേൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ, റഷ്യയുടെ റോൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.